കൈകോർത്ത് നിൽക്കുമോ എന്ന ചോദ്യത്തിന് കൈകോർത്താണ് ഇതുവരെ നിന്നിട്ടുള്ളത്. ഇനിയും അങ്ങോട്ട് അങ്ങനെയാണ് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് നൽകിയിരിക്കുന്ന ആശ്വാസം ചെറുതല്ല എന്നുള്ളതാണ്. അദ്ദേഹം 5.5 മണിക്കൂറാണ് ഈ സ്ഥലത്ത് മുഴുവൻ സ്ഥലങ്ങളും സന്ദർശിച്ചുകൊണ്ട് 5.5 മണിക്കൂറാണ് ചെലവഴിച്ചത്. നേരത്തെ പറഞ്ഞതിൽ നിന്നും 2.5 മണിക്കൂർ കൂടുതൽ അദ്ദേഹം ചെലവഴിച്ചു. ദുരന്ത ഭൂമിയിൽ ആകാശ നിരീക്ഷണം നടത്തി. അപ്പോൾ ആ സ്ഥലമൊക്കെ എങ്ങനെയായിരുന്നു നേരത്തെ എന്നുള്ളത് ഉദ്യോഗസ്ഥർ കൃത്യമായി അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ക്യാമ്പിലെത്തുമ്പോൾ ക്യാമ്പിലും ഈ പറഞ്ഞതിൽ നിന്നും കൂടുതൽ ആളുകളെ കാണുന്നുണ്ട്. അതിൽ മുഹമ്മദ് ഹാനി, ലാവണ്യ 2 കുട്ടികളാണ്. ആ കുട്ടികൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരാണ്. അവരോട് സംസാരിക്കുന്നു പ്രധാനമന്ത്രി. ഈ ദൃശ്യങ്ങളൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഈ വെള്ളാർമല സ്കൂളിലേക്ക് പോകുമ്പോൾ വെള്ളാർമല സ്കൂളിൻ്റെ നേരത്തെയുള്ള അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, വീഡിയോ കണ്ടതാണല്ലോ. പുഴയ്ക്കരികിലെ സ്കൂൾ, ആ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം, അവിടെ 27 കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. അപ്പോൾ മറ്റു കുട്ടികളുടെ അവസ്ഥ എന്താണ് എന്നും ഈ സ്കൂൾ എങ്ങനെയാണ് പുനർനിർമ്മിക്കുക എന്നും പ്രധാനമന്ത്രി ചോദിച്ചു എന്നാണ് അറിയാനാകുന്നത്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലുള്ള പ്രധാന ശ്രദ്ധ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചൂരൽമലയിലൂടെ നടന്നു പോകുന്നത് 45 മിനിറ്റോളം അദ്ദേഹം ചൂരൽമലയിലെ ആ സഞ്ചാരത്തിൽ നടന്നുള്ള കാണലിൽ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ADGP കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആളുകളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്, ക്യാമ്പിൽ സംസാരിക്കുന്നു. പിന്നീട് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവന്തിക എന്ന കുഞ്ഞ്, മാതാപിതാക്കളെയും കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട കുഞ്ഞാണ്, ഇപ്പോൾ അമ്മൂമ്മയുടെ കൂടെ നിൽക്കുന്നു. ആ കുട്ടിയോട് സംസാരിക്കുന്നു. അതുകൂടാതെ നേരത്തെ 4 പേരോടാണെന്ന് പറയുമ്പോൾ 6 പേരോട് സംസാരിക്കുന്നു. അപ്പോൾ കാണുന്നവരുടെ എണ്ണമൊക്കെ നേരത്തെ വിചാരിച്ച കണക്കുകൂട്ടലിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഒരു രീതി പ്രധാനമന്ത്രി സ്വീകരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് ഏറ്റവും പ്രധാനം. എല്ലാം കണ്ട് മനസ്സിലാക്കിയ വൈകാരികമായി തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. സംസ്ഥാനം ഒറ്റയ്ക്കല്ല, കേരളം ഒറ്റയ്ക്കല്ല, രാജ്യമുണ്ട്, കേന്ദ്രമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി, മോർബി ദുരന്തം, ആ ദുരന്തത്തിൽ അദ്ദേഹം എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്, ഒരു വളണ്ടിയറായി പ്രവർത്തിച്ച കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചപ്പോൾ 2000 കോടിയുടെ സഹായമാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒറ്റത്തവണ ആദ്യത്തെ സഹായം എന്ന നിലയ്ക്ക് മാത്രമേ കാണാനാകൂ. കാരണം ഒരു പുനർനിർമ്മാണം എന്ന് പറയുന്നത് വളരെ ദീർഘമായ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ തന്നെ ഇപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് എന്നുള്ളതല്ല, വീടുകളില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് താമസിച്ചവരുണ്ട്, പാടികളിൽ താമസിച്ചവരുണ്ട്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോലെയല്ല ഒരു കുടുംബത്തിന് ആകെ കൊടുക്കുന്ന സഹായം. അപ്പോൾ അതൊക്കെ വേറെ തന്നെ എടുത്തുകൊണ്ട്, ഓരോ കേസുമായി എടുത്തുകൊണ്ട് അവർക്ക് എങ്ങനെ സഹായം നൽകണമെന്നുള്ളത് സങ്കീർണമായ കാര്യമാണ്. സംസ്ഥാന സർക്കാർ അതിന് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു മെമ്മോറാണ്ടം അല്ല അത് ഒരു പരിഹാരം. അപ്പോൾ ആ മെമ്മോറാണ്ടം ആദ്യത്തെ സഹായം എന്നുള്ള നിലയ്ക്ക് ഒരു പുനർനിർമ്മാണത്തിലുള്ള ആദ്യ സഹായം, അതിലപ്പുറമുള്ള വലിയ സഹായത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെങ്ങനെയാണ് സംസ്ഥാനം പ്രവർത്തിക്കുക? ഇപ്പോൾ ഒരു മന്ത്രിസഭാ ഉപസമിതി അവിടെ നിൽക്കുന്നുണ്ട്. കാര്യങ്ങൾ അതാത് ദിവസങ്ങളിലെ പരാതികൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനി അങ്ങോട്ട് അതിലപ്പുറമുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാനസികമായി വല്ലാതെ ബാധിച്ചിരിക്കുന്ന കരയാത്ത ആളുകൾ, കരയാത്ത കുഞ്ഞുങ്ങൾ, കരയാത്ത മനുഷ്യർ ഒരുപാടുണ്ട്. അവരെ ഒന്ന് കരയിക്കുകയാണ് ആദ്യം വേണ്ടത്. എന്നാലേ അവർക്കൊരു സാധാരണ ജീവിതം സാധ്യമാകുള്ളൂ. ആ ഷോക്കിൽ നിന്ന് അവർ പുറത്തു കടക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് മാനസികമായി പിന്തുണ നൽകുന്ന കാര്യങ്ങളിലടക്കം ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രധാനമാണ്. അതിൽ കേന്ദ്രം എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതും കൂടി പ്രധാനമായി നിൽക്കുന്നു. അപ്പോൾ വയനാട് ഇപ്പോൾ ഈ 3 വാർഡ് എന്നതിനപ്പുറം വയനാട് ഇനിയും ദുരന്തത്തിന് സാധ്യതയുള്ള മേഖല. ഇപ്പോൾ നോക്കൂ, ഇനിയും മഴ വരാൻ പോവുകയാണ്. ആ മഴ എങ്ങനെയൊക്കെ ഏതൊക്കെ ജില്ലകളെ ബാധിക്കുമെന്നൊന്നും നമുക്കറിയില്ല. കേരളം ഇത് അടിക്കടി ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്ന ഒരു സംസ്ഥാനമായി മാറുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കൂടിയുള്ളൊരു സഹായം എന്ന നിലയ്ക്കാണ് കേരളം കാണേണ്ടത്. ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് എല്ലാവർക്കും പറയാനുള്ളത് കേട്ടുകൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടം ആകണം. ഒരു പരാതിക്ക് ഇടവരരുത്. ഇതുവരെ ഒരുമിച്ച് നിന്നതുപോലെ ഇനിയും മുന്നോട്ടും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. കേന്ദ്രം പതിവിൽ നിന്ന് വിരുദ്ധമായി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെല്ലാം കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ആ സാഹചര്യം കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആ നിലയ്ക്ക് വേണം ആ മെമ്മോറാണ്ടം കൊടുക്കാൻ. വേഗം കൊടുക്കുക എന്നുള്ളതല്ല, വിശദമായി കാര്യങ്ങൾ പരിശോധിച്ച ശേഷം കൊടുക്കുക എന്നതിലേക്കാകണം ഊന്നേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൈകോർത്ത് തന്നെയാണ് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. Meet the editors.